ഇപ്പോൾ CPM നേതാവ് CK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. CK ശശീന്ദ്രൻ, ഇതാ ഒരു തെളിവ് വന്നിരിക്കുകയാണ്. IC ബാലകൃഷ്ണൻ തന്നെയാണ് പ്രതി. IC ബാലകൃഷ്ണൻ 21/7/2021 ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൾ അനിലയ്ക്ക് സ്വിപ്പർ ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്വന്തം ലെറ്റർ പാഡിൽ കത്ത് നൽകിയിരിക്കുകയാണ്, ശുപാർശ കത്ത്. അതിനുശേഷം ഈ പറയുന്ന വ്യക്തിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. എവിടെയാണ് IC ബാലകൃഷ്ണൻ കുഴപ്പക്കാരനല്ല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ന്യായീകരിക്കുമ്പോൾ ഈ തെളിവുകൾ പുറത്തു വരുമ്പോൾ എങ്ങനെ അവർക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും? IC ബാലകൃഷ്ണന്റെ കുരുക്ക് മുറുകയല്ലേ? ഈ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞതുപോലെ ആ മനുഷ്യനെ NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് തന്നെയാണ് IC ബാലകൃഷ്ണൻ. NM വിജയന്റെ മരണത്തിന് പൂർണ്ണമായി കോൺഗ്രസ് ഉത്തരവാദികളാണ്. കോൺഗ്രസ് നേതൃത്വം ഉത്തരവാദിത്വമുണ്ട്. IC ബാലകൃഷ്ണൻ MLA നിലക്കും അന്നത്തെ DCC പ്രസിഡന്റ് നിലക്കും അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റമനുസരിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. കോടതിയെ സമീപനമൊക്കെ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് 17 പേർക്കാണ് അന്ന് ജോലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അത് കൊടുക്കാൻ കഴിയില്ല എന്ന് അന്നത്തെ പ്രസിഡന്റ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് റാങ്ക് ലിസ്റ്റിൽ പുറകിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്ത മനം നൊന്താണ് NM വിജയൻ. ഇനി ജീവിച്ചിരിക്കാൻ കഴിയാത്ത രീതിയിൽ അയാൾക്ക് മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടായി. വീട്ടിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. പൈസ കൊടുത്തവരെല്ലാം വന്ന് വീട്ടിൽ വരികയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു മാനസിക പ്രയാസം കൊണ്ടും കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കുന്നില്ല, കോൺഗ്രസ് നേതൃത്വം ഒറ്റപ്പെടുത്തി എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മകനെയും കൂട്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതും കാണാൻ വേണ്ടി കഴിയും. ഇപ്പോഴിതാ ഒരു MLA ചെയ്യാൻ പാടില്ലാത്തതാണ് ഇന്നാൾക്ക് ജോലി കൊടുക്കണം. അത് സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. അപ്പോൾ പുതിയ വിഷയങ്ങളും കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തോടൊപ്പം തന്നെ ഒരു നിമിഷം MLA ആയി തുടരാൻ IC ബാലകൃഷ്ണന് യോഗ്യതയില്ല. നേരത്തെ ഞങ്ങളെല്ലാം ഇത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിയമപരമായി തന്നെ രാജിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം, സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഏത് MLA മാർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്പീക്കർക്ക് പരാതി കൊടുക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ നിയമ നടപടികൾ ഒരു ഭാഗത്ത് സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും സ്വീകരിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വമേധയാ ഈ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്ത് രാജിവെച്ച് ഒഴിയുന്നതാണ് അദ്ദേഹത്തിനും അത് വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ മറ്റ് നിയമക്കുരുക്കുകളിലേക്ക് വീണ്ടും അദ്ദേഹം കടന്നു ചെല്ലേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ഓരോ ദിവസം കഴിയുന്തോറും തന്നെ ഇതെല്ലാം തേച്ചുമാച്ച് കളയാനാണ് KPCC നേതൃത്വം ഈ തെളിവുകളെല്ലാം തേച്ചുമാച്ച് കളയാനും ആളുകളെ സ്വാധീനിച്ച് പിന്തിരിപ്പിക്കാനും ഒക്കെയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേതാക്കന്മാരെല്ലാം അന്വേഷണ കമ്മീഷൻ നിലയ്ക്ക് വരിക, എന്നിട്ട് അന്വേഷിക്കാനല്ല വരുന്നത്. IC ബാലകൃഷ്ണനെ വെള്ളപൂശാനും രക്ഷിക്കാനും വേണ്ടി ആളുകൾക്ക് പൈസ കൊടുത്ത് പിന്തിരിപ്പിക്കാൻ കഴിയുമോ, ആ കുടുംബത്തെ പോലും പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്ന രീതിയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഇതിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. കേവലം രാഷ്ട്രീയമായി കാണുന്നതിനപ്പുറത്ത് നിയമപരമായി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതുകൊണ്ടാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ കേസ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ്. അത് MLA എന്ന നിലക്കുള്ള സത്യപ്രതിജ്ഞാ ലംഘനം IC ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അതും നിയമപരമായിട്ട് എങ്ങനെ നേടാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നതാണ്. ഇതൊരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. ആളുകളുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാരാണ് ഇവരൊക്കെ. കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്ന ആൾക്കാരെ പോലും കോൺഗ്രസ്സുകാരിൽ നിന്ന് പോലും പണം മേടിച്ച് ആ പണം തിരിച്ചു കൊടുക്കാതിരിക്കുക, ജോലി കൊടുക്കാതിരിക്കുക, എന്തൊരു തരം വഞ്ചനയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു തരം ചതിപ്രയോഗമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. വയനാട്ടിൽ വളരെയധികം ജീർണാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 4ഓ 5ഓ കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നേരത്തെ മാനന്തവാടി മണ്ഡലം പ്രസിഡന്റായിരുന്ന PT ജോൺ മണ്ഡലം ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നത്. കത്തെഴുതി വെച്ചു. അന്നത്തെ DCC പ്രസിഡന്റ് PL പൗലോസാണ് ഉത്തരവാദി എന്ന് പറഞ്ഞത് കത്തെഴുതി വെച്ചു. പക്ഷെ ഒരു നിയമം അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നു, അത് തേച്ചുമാച്ച് കളഞ്ഞു. പിന്നീട് രാജേന്ദ്രൻ നായർ പുൽപ്പള്ളിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു, മരിച്ചു. അതിന്റെ പേരിൽ ED അന്വേഷണവും മറ്റേ അന്വേഷണവും മറ്റു കുറച്ചുപേർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും 2 വിലപ്പെട്ട ജീവൻ, ഒരാളാവട്ടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ, മരിക്കുന്നവരെ കോൺഗ്രസിന് ഒരു പേരുദോഷം ഞാൻ മൂലം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പ്രവർത്തകരിൽ ഒരാളായിരുന്നു NM വിജയൻ. കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചു, മകൻ മരിച്ചു. ഇങ്ങനെ വലിയൊരു കൊള്ളസംഘമായിട്ടും
പൊതുപ്രവർത്തകർക്ക് അപമാനമായ രീതിയിലുള്ള സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതായിട്ടും അഴിമതിയും എല്ലാം നടത്തുന്ന ഒരു സംഘമായിട്ട് അത് മാറി. ശരി ശ്രീ കെ ശശീന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ആണോ ഇത് കൊള്ള സംഘമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരള ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.